ചേച്ചി നല്ല പുഴമീൻ വേണം ഉച്ചക്ക്. കൊണ്ടാ നല്ല വാള കൊണ്ട് തരാം. 2 ലക്ഷം പുട്ടോ ഇച്ചിരി കടലഞ്ഞെന്ന് മീൻ കൊണ്ടുവരുമ്പോ കണക്ക് പറയാനേ. ഗോവന്നൻകുട്ടിയെ വേല രാജമ്മയുടെ അടുത്ത് വേണോ? മീൻ കൊണ്ടെന്ന് തരുമ്പോ പുട്ട് നിന്നാ മതി കേട്ടാ. ചേച്ചി ഞാൻ പോവാ. കുറിക്കമ്പനികളൊക്കെ പൊളിയണമെന്ന് കേൾക്കണുണ്ടല്ലോ. നിന്റെ കമ്പനിയും പൊളിയോടാ. അതിന് ഞങ്ങളുടെ കുറിക്കമ്പനി അല്ലല്ലോ. നാട്ടുകാരുടെ മുതൽ തട്ടിക്കാനും കരക്കാരുടെ കാശ് കൊണ്ട് കച്ചവടം ചെയ്യാനും കൊച്ചുവർക്ക് വെച്ചൊരു വലയല്ലേ. അവന്റെ ഒട്ടുക്കൊത്തൊരു പലിശയാണ് കേട്ടോ. എങ്കി പിന്നെ കടവും ചോദിച്ചു വരണ എന്തിനാ? വേറെ വഴി വേണ്ടേ? രമേശ ടൗണിൽ പോണുണ്ടെങ്കി ഇത്തിരി വല്ലതും വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ. സൂക്ഷിച്ചോ, രാമൻകുട്ടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. ബ്രാൻഡ് കച്ചവടം ഷാപ്പുകാരാണ്ട് ഉച്ചി കൊടുത്തതാ. അറിഞ്ഞ രാജമ്മേനെ നാട് കടത്തും. ഇടയ്ക്ക് വന്ന് അങ്ങേര് മോന്താറുണ്ട്. പേടിപ്പിക്കല്ലേ. ഏയ് നിങ്ങൾ പോയില്ലേ? വാ ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഹലോ, രവിയുടെ കൂട്ടുകാരനല്ലേ? അന്ന് ഞാൻ കണ്ടു. എവിടെയാ നാട്? നാടില്ല. നീ പേരുണ്ടോ ആവോ? ഉണ്ട്, ചന്ദ്രൻ. ചോദിക്കണതിൽ വിഷമം തോന്നരുത്. രവിയുടെ കൈ കുറച്ച് കാശുണ്ടായിരുന്നെന്നും അത് തട്ടാൻ വേണ്ടി ആരാണ്ട് ചെയ്തതാണെന്നും ചിലർ പറയുന്നുണ്ടല്ലോ. എങ്കിൽ ശരിയായിരിക്കും. നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? രാജമ്മേ, പറ്റുവായിട്ട് തീർക്കാം. തീർത്തേക്കണം. എന്ന് പോവും? ഉടനെ ഇല്ല, ഇത്തിരി കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ടേ പോവും. ഇവിടെ വണ്ടിക്ക് സ്ഥിരം പണി വല്ലതും കിട്ടും? പണിയൊക്കെ കിട്ടും. പുഴയിൽ മണലല്ലേ കിടക്കണേ. ടൗണിലേക്കുള്ള മണൽ മുഴുവൻ ഇവിടുന്നാ പോണേ. സണ്ണിച്ചന്റെ കൂടെ കൂടിക്കോ. പഞ്ചായത്തിൽ നിന്ന് അവനാ ലേലം വിളിച്ചെടുത്തിരിക്കണത്.